ഡൽഹിയിൽ നിന്ന് നടക്കുന്ന ഒരു വാർത്ത വരുന്നു. പെൺകുട്ടി ആൺ സുഹൃത്തെ വെടിവെച്ച് കൊലപ്പെടുത്തി. 15-കാരിയാണ് കൊല്ലപ്പെട്ടത്. പ്രതിക്കായി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയെന്നും ഡൽഹി ബ്യൂറോ അറിയിക്കുന്നു. വിനിത വിജി തത്സമയം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. വിനിത, അമേരിക്കയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സാധാരണമാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പൊതുവെ കുറവാണ്. അതിനൊരു അപവാദമാണോ ഡൽഹി സംഭവം? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 2 മാസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ സമാനമായിട്ടുള്ള വെടിവെപ്പ് കേസുകൾ പല മേഖലകളിലും ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതിൽ പലപ്പോഴും ചെറിയ തർക്കങ്ങൾ അല്ലെങ്കിൽ ഈ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അവസാനം വലിയ വെടിവെപ്പിലേക്കൊക്കെ കലാശിക്കുന്നത്. ഇപ്പോഴും സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഡൽഹി ജഹാംഗർപുരിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു ആൺ സുഹൃത്താണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. 20 വയസ്സുള്ള ആൺ സുഹൃത്തിനെ പോലീസ് തിരയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും പോലീസ് പറയുകയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 15 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെയാണ് ഇയാൾ വെടിയുതിർത്തത്. 4 റൗണ്ട് വെടി ഉതിർത്തുവെന്നാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ ലഘുഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഈ പെൺകുട്ടി മറ്റൊരു സുഹൃത്തിനൊപ്പം ഈ ജഹാംഗീർപുരിയിലേക്ക് എത്തുന്നത്. അവിടെ ഈ പെൺകുട്ടി ഉണ്ടെന്ന വിവരം അറിഞ്ഞാണ് ഈ ആൺ സുഹൃത്ത് മറ്റൊരു കൂട്ടാളിയുമായി അവിടെ എത്തുകയും ഏറ്റവും അടുത്ത് നിന്ന് 4 റൗണ്ട് വെടിയുതിർക്കുകയും ചെയ്തു. ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പം തന്നെ ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കൂട്ടാളിയും ഒപ്പം തന്നെ ഈ പ്രതിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഇയാൾക്കായി സമീപമുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസ് പറയുകയാണ്. അധികം വൈകാതെ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം പോലീസിന് ലഭ്യമായിട്ടുമുണ്ട്. വലിയ തിരക്കേറിയ ഒരു മേഖലയാണ് ഈ ജഹാംഗീർപുരി എന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ട് രാത്രിയൊക്കെ അവിടെ ഈ ലഘുഭക്ഷണം കഴിക്കാനും ഈ ഷോപ്പിങ്ങിനും ഒക്കെ നിരവധി ആളുകൾ എത്തുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് തന്നെയാണ്. അത് ആളുകളെയൊക്കെ വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്നത് കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.